guys, welcome back to my YouTube channel. ഫേവറേറ്റ് സൈഡ് ഇയറിംഗ്സ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആൻഡ് ഇച്ചിരി ഹെവി സൈഡ് അങ്ങനത്തെ ഹെവി സൈഡ് ഇൻ ദ സെൻസ് കൂടുതലും ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ കൈൻഡ് ഓഫ് ഭയങ്കര വെയിറ്റ് അങ്ങനെയുള്ളതാണ്. ഈ കാണിച്ചതൊന്നും വെയിറ്റ് ആയിട്ടുള്ള അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഇരുന്നത് കാൾ ഫില്ലിനെടുക്കുന്നില്ല അങ്ങനെയല്ല. പക്ഷെ ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഇത് അമ്മ മേടിച്ചതാവട്ടെ ഇടാൻ പറ്റിയതാണ്. ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈറ്റില്ല, പക്ഷെ ഇച്ചിരി കുറേ നേരം ഇട്ടേക്കുമ്പോൾ ചെറിയൊരു പെയിൻ ചിലപ്പം എടുക്കാൻ ഇച്ചിരി ചാൻസ് ഫീലുണ്ടാകും. പക്ഷെ നിങ്ങൾ ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എൻ്റെ ഫേവറേറ്റ് ഇയറിംഗ് ഞാൻ ഒത്തിരി ഇതുപോലെ കല്യാണം ഫംഗ്ഷൻസിനൊക്കെ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഞാൻ ബാലിയുടെ കളക്ഷൻ കാണിക്കുമ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടിയതാണ്. മല കാണുന്ന പണ്ടുള്ള സെറ്റപ്പ് ചെയ്ത് ഞാൻ നോർമലി ഇപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കൂടുതൽ എനിക്ക് ലോങ് ഇയറിങ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സ്റ്റഡ്സ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മേ ബി ഇപ്പോൾ വർക്കിന് പോകുന്ന സമയത്ത് അങ്ങനെ ലോങ് ഇയറിങ്സ് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഡേ വന്നാൽ മാത്രമേ ഞാൻ സ്റ്റഡ്സ് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ലോങ് ഇയറിങ്സ് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ജീൻസ് ടോപ്പ് അങ്ങനത്തെ കൈൻഡ് ഓഫ് യൂസ് ചെയ്യുമ്പോഴാണ് സ്റ്റഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു കുർത്ത അല്ലെങ്കിൽ നമുക്ക് നോർമൽ കൈൻഡ് ഓഫ് ഒരു പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും എനിക്ക് ലോങ് ഇയറിംഗാണ് ഇഷ്ടം. ലോങ് ഇയറിംഗ് ഫണ്ട് ലോങ് ഇപ്പം നീ കണ്ട പോക്കാൻ കൈൻഡ് ഓഫ് ഇതും ഒരു കുട്ടി എന്ത് ക്യാമറയിൽ നമുക്ക് കാണുമ്പോഴത്തേക്കും എത്രത്തോളം ഇതിന്റെ ഭംഗി മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഭയങ്കര വലിയ ഫോണും അല്ല, സാധാരണ ഒരു ഫോൺ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്വന്തം ഭംഗി എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഇതും യൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡാണ്. ഇതും കുർത്താവിൻ്റെ കൂടെ ആണെങ്കിലും അല്ലാണ്ട് ചെറിയ ബ്രൗൺ അങ്ങനത്തെ തിരിഞ്ഞാണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റഡ് തന്നെ. വലിയ റബ്ബാണ് മറ്റേ നേരത്തെ പറഞ്ഞാൽ ശിവൻ എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മുമ്പ് കാണിച്ച ആ ഒരു സെറ്റിന്റെ കൂടെ കിട്ടിയതാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ വെച്ച് പറയാണ്. ഇത് വളരെ അത് സെറ്റായിട്ട് അതും അതിൻ്റെ മാലയും കൂടി എനിക്ക് തോന്നുന്നു 600 700 ആ റേഞ്ചിനാണെന്ന് തോന്നിയത്. കാരണം എനിക്ക് ആ ടൈമിൽ അതും എനിക്ക് കുറേ വർഷമായി അത് മേടിക്കാൻ കാരണം ലൈക്ക് എനിക്ക് ആ സമയത്ത് ട്രഡീഷണൽ ജ്വല്ലറി ഒന്നും ഇല്ലട്ടോ. ഞാൻ പറഞ്ഞാൽ മേടിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ സാരി അതിൻ്റെ കല്യാണം ഉള്ളതുകൊണ്ടോ ആ സമയത്ത് അപ്പം സാരി ഉടുക്കണമായിരുന്നു. ഇപ്പൊ സാരിയുടെ കൂടെ ഇടാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മാലയും കമ്മലും എനിക്ക് മാലയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ചുമ്മാ ഫാൻസി ക്ലോത്ത് കിട്ടി അത്യാവശ്യം ഇതുപോലെ റേറ്റ് കുറഞ്ഞിരണം നോക്കി അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. 500-800 രൂപ വിലയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ എബൌട്ട് 1000 അങ്ങനെ മേടിക്കുന്നത് എൻ്റെ ദിസ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് വൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ്. ഇത് ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ കല്യാണത്തിന്. ഇതൊരു മോസ്റ്റ് സ്പെഷ്യൽ വെരി സ്പെഷ്യൽ ഫ്രണ്ടിൻ്റെ ഒരു ചേച്ചി. പുള്ളിക്കാരുടെ പേര് കാര്യം ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഷീ വോണ്ട് ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് ഈ വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഒത്തിരി ഹാപ്പി ആയിട്ട് എനിക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സോ പുള്ളിക്കാരി എൻ്റെ വെഡിങ്ങിനെ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു കമ്മൽ. ഇതിൻ്റെ സെറ്റ് ചെയിൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ ആരുടെ വീഡിയോ കാണിക്കുമ്പോൾ അതിൽ കാണിച്ചു തരാം. സോ ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നിച്ചിരി പ്രൈസസ് എല്ലാം ആണ്. 1000 or 1000 above സംതിങ് ഉണ്ട്. ഇത് പുള്ളിക്കാരി ഇൻസ്റ്റയിൽ ഒരു ജുവൽ പേജിൽ വഴി ഓർഡർ ചെയ്ത് എനിക്ക് സൃഷ്ടി ജുവൽസ് ആണ് തോന്നുന്നു, ഫാൻ നോട്ട് റോങ്. അപ്പോൾ പുള്ളിക്കാരി ഗിഫ്റ്റ് ചെയ്ത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇതാണ്. ഫോർ എവർ ചെറിഷ് ചെയ്യുന്ന ഇതാണ്. എന്താണ് അതിനൊരു എനിക്ക് ആ ഒരു സമ്മതമായി കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ക്യൂട്ട് ഹാപ്പി ഫീൽ തോന്നിക്കുന്ന ബാക്കിയൊന്നും എനിക്ക് സ്പെഷ്യൽ അല്ല. അങ്ങനെയാണ് സ്പെഷ്യൽ. മേ ബി ആ പേഴ്സണോട് കൂടി പേഴ്സണിൻ്റെ അടുത്തുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടി ഉള്ളതുകൊണ്ടാവാം. അപ്പം എനിക്ക് ബാക്കി ചിറ്റി കുഞ്ഞിനെ വാങ്ങിച്ചതിന് ഒരു വിലയില്ല. സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതിന് ഒരു വിലയില്ല. അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ വെഡിങ്ങിനെ കിട്ടിയത് കൊണ്ട് പിന്നെ എനിക്ക് ആ പുള്ളിക്കാരി കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒത്തിരി ഇങ്ങനെയൊക്കെ സംസാരിച്ചാണ് എനിക്ക് സ്പെഷ്യലായിട്ട് കൊറിയർ വഴി അയച്ച് തന്നൊക്കെ ചെയ്തതാണ്. സോ ബാക്ക് ടു നമ്മുടെ ഇതാണ് വേറൊരു ഇതിലും ആക്ച്വലി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. ഇതും ഇസ് മോസ്റ്റ് സ്പെഷ്യൽ വൺ ബിക്കോസ് നമ്മുടെ കളക്കട്ട് ഫൗണ്ടേഷൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞാനൊരു ഫംഗ്ഷൻ പോയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയ ഗ്ലിംസസ് ഓഫ് വീഡിയോസ് എനിക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാൻ എപ്പോഴും പറ്റും ഷോർട്സ് പോലെ ഇടാൻ പറ്റും, ഞാൻ ഇടാൻ കേട്ടോ. സോ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് അവർ ലൈക്ക് വെൽക്കം ചെയ്ത സമയത്ത് റോസും
പിന്നെ ഒരു മൊമെന്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ഈ ഒരു ജ്വല്ലറി സെറ്റ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ. അതിന്റെ ഒരു കമ്മലാണത്. അതും അതിന്റെ ഒരു ചെയിനുണ്ട്. അത് ഞാൻ നെക്ലേസിന്റെ ഉള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും ഇത് കാണുന്നത്. ഞാൻ കമ്മൽ മാത്രം സെപ്പറേറ്റ് ഇങ്ങനെ ബോക്സിലാക്കി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് സെറ്റായിട്ട് ഞാൻ കാണിക്കാത്ത കേട്ടോ. മാള് സെപ്പറേറ്റ് ബോക്സിലും ഇയറിംഗ് സെപ്പറേറ്റ് ബോക്സിലും അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് വേറെ കൊണ്ടത്. അടുത്ത പെട്ടി ആയിരിക്കുന്നു. എനിക്ക് കുഞ്ഞു കുഞ്ഞു ബോക്സാണ് തന്നെ കാണിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ ഞാൻ മേടിച്ചത് എനിക്ക് ഫേവറേറ്റ് ഒരു ഇയറിംഗ് ആണിത്. എനിക്ക് ആ ഒരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറയിൽ എനിക്ക് എങ്ങനെ കാണാൻ പറ്റും എനിക്കറിയില്ല. സച്ച് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരു എന്താ പറയുക, ഒരു പേസ്റ്റൽ ഗ്രീൻ വൈറ്റ് മിക്സ്ഡ് ഒക്കെ വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ 1-2 ഫംഗ്ഷൻസിന് കാര്യം മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ഗുരുവായൂർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം ഞാൻ ഇട്ടത് നേരത്തെ പറഞ്ഞ ഈ ഒരു ഇയറിംഗ് ആണെങ്കിലും ഫാനോട്ടോ. പക്ഷെ ആ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിന്റെ ഒരു ഷെയ്ഡ് അങ്ങനെ ഒരു പിസ്ത ഗ്രീൻ ചുരിദാർ പോലെ ഞാൻ അതിൻ്റെ കൂടെ പെർഫെക്റ്റ്ലി പോകുന്ന കളറുണ്ട്. ആൻഡ് നേരത്തെ കാണിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പേഴ്സൺ വാങ്ങിച്ചതാണ് ആ ഒരു ഇയറിംഗ് മോസ്റ്റ് ഫേവറേറ്റ്. ഇപ്പോൾ ഞാൻ കാണിച്ചതില്ല. ഞാൻ നേരത്തെ ഒരു ട്രഡീഷണൽ മാല ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞില്ലേ, അതിന്റെ സെറ്റായിട്ട് ഞാൻ നേരത്തെ കമ്പനി കാണിച്ചു. എനിക്ക് തോന്നുന്നു അതല്ല കേട്ടോ, ഇതാണ് അതിന്റെ സെറ്റ്. യെസ്, ഇതാണ് അതിന്റെ സെറ്റ്. അപ്പൊ മറ്റു നമ്മൾ അപ്പോൾ എനിക്ക് വലിയ മിസ്റ്റേക്ക് ആവും. ഓക്കെ, ഇതാണ് അതിന്റെ സെറ്റ്. വേറൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയാണ് എനിക്ക്. എൻ്റെ ഒരു കൊളീഗ് എനിക്ക് വരുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഓഫീസിൽ നിന്ന് അല്ലാണ്ട് എനിക്ക് എല്ലാവരും ചോദിച്ചു ഗിഫ്റ്റ് ചെയ്യും. ബട്ട് ഇത് പുള്ളിക്കാരിക്ക് സ്പെഷ്യലായിട്ട് തന്നെയാണ്. സാലിഹ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഡാ. ഇത് ഞാൻ 2-3 പ്രാവശ്യം ഇപ്പം തോന്നുന്നു ചില കുട്ടീസിന്റെ കൂടെ ഫംഗ്ഷനൊക്കെ പോകുന്നത്, റിസപ്ഷനൊക്കെ പോയി നിൽക്കുന്നതാണ് തോന്നുന്നത്. ഇത് വേറൊരു സ്പെഷ്യൽ ഇയറിംഗ് ആണ്. എൻ്റെ അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതും സുൽത്താന്റെ വൈഫ് ജനനി തന്നതാണ്. ആക്ച്വലി പുള്ളിക്കാരിയുടെ ഇയറിംഗ് ആണ്. പുള്ളിക്കാരി ഇങ്ങനത്തെ യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ മോഡൽസ് ഒന്നും തുള്ളിയില്ല, ഞാനായിട്ട് അങ്ങനെ വന്നു വിളിക്കത്തില്ല. അപ്പൊ ഇത് പുള്ളിക്കാരി തന്നതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫംഗ്ഷൻസിനും അങ്ങനെയായിട്ട് യൂസ് ചെയ്തു. എനിക്ക് ഈ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയ ഫംഗ്ഷൻ ആയിരിക്കും ഇയറിംഗ് ആയിട്ട് മോസ്റ്റ് ഉള്ള മോഡൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ്. നമ്മൾ തീർന്നു. Then last but not least, this. ഇതും എനിക്ക് എൻ്റെ ഒരു കസിൻ ചേച്ചി പണ്ടെങ്ങാണ്ടോ വാങ്ങിച്ചു തന്നതാണ്. ഇത് ഞാനൊരു 6th-ലോ 7th-ലോ ഒക്കെ പഠിക്കുന്ന കേസാണ് ഫാനോട്ട്. പക്ഷെ ഇത് എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ്. ഒരു വൈറ്റ് സ്റ്റോൺ ഗോൾഡ് ഇത് മിക്സ് വരുന്ന ഒരു കണ്ടുപിടിക്കണം. സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് മനസ്സിലായില്ല, ഞാനങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ എപ്പോഴും ഒന്നും മേടിക്കാറില്ല. വളരെ ചുരുക്കമായിട്ട് മേടിച്ചിട്ട് അതിനിങ്ങനെ പ്രിസർവ് സൂക്ഷിക്കുള്ളൂ. ഇതൊക്കെ അത്യാവശ്യം ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഇയറിംഗ്സ് തന്നെയാണ്. ഓക്കെ, അയ്യോ അത്രയ്ക്കുള്ളൂ കേട്ടോ, തീർന്നു. നിങ്ങൾ വിചാരിക്കും പോരെ, അത്രയൊക്കെ തന്നെ പോരെ ധാരാളം. ഓക്കെ, സോ യെസ്, അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ ചെറിയൊരു ഇയറിംഗ്സ് കളക്ഷൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ എൻ്റെ ചെയിനിന്റെ ഇത് കാണിക്കുമ്പോഴത്തേക്കും ആ ബോക്സിൽ ചിലപ്പോൾ ഒരു 2-3 ഉണ്ടെങ്കിലുണ്ട്. നല്ലതായിട്ട് കാണാൻ ചാൻസ് ഇല്ല. പിന്നെ ജുംകാസ് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം. ലൈക്ക് ട്രഡീഷണൽ സെറ്റിലെ ജുംകാസും എനിക്ക് ട്രഡീഷണൽ സെറ്റ് മറ്റേ അതിൻ്റെ മാലയും സെപ്പറേറ്റ് ചെയ്യണം. അതായത് എൻ്റെ പ്രൈസ് അതിൻ്റെ കൂടെ അതിൻ്റെ ജുംകാസും ട്രഡീഷണൽ മാലയും കാര്യങ്ങളും കാണിക്കാം. അതിന് ഈ പറഞ്ഞ വെയിറ്റിംഗ് സമയത്ത് ഫംഗ്ഷൻസിന് ഇടാനായിട്ട് അങ്ങനെ മേടിച്ചതാണ്. അത് എനിക്ക് മേടിച്ച് തന്നതാണ്. പിന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്, അല്ലാണ്ട് മേടിച്ചത്. പക്ഷെ അതാണ് ഞാനായിട്ട് മേടിച്ചത് കുറവാണ്. പിന്നെ ഗിഫ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്ന സമയം ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ കൈൻഡ് ഓഫ് ട്രഡീഷണൽ സെറ്റുകളിലെ അപ്പം അങ്ങനെ മേടിച്ചതാണ്. ഉമ്മയുടെ വണ്ടിയായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ അപ്പം അങ്ങനത്തെ റാൻഡം പിന്നെ നമ്മുടെ മാലയുടെ ബോക്സ് എടുക്കുമ്പോൾ റാൻഡമായി ചിലപ്പം ചെന്ന് കണ്ടാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ ചില ഫാൻസി ഫിഗറുകളൊക്കെ ഇച്ചിരി ഹൈ സൈഡ് പ്രൈസ് അല്ല, ഐ മീൻ ഇച്ചിരി ജുംകാസ് ഹെവി അങ്ങനത്തെ 2-3 കുറച്ച് കമൻസും അങ്ങനത്തെ. അപ്പോൾ അത് നിങ്ങൾ പറയുന്നത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണോ, മാലയും ആ ജുംക്കും അതിൻ്റെ ട്രഡീഷണൽ ഇത് സെപ്പറേറ്റ് ജുംകാസ് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ നിങ്ങൾ പറയുന്നത് വീഡിയോ ആയിട്ട് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ബോർഡ് വെച്ച് പറയുന്നത് ഇയറിംഗ്സ് കളക്ഷൻ സെപ്പറേറ്റ് ചെയ്തു. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ജ്വല്ലറി കളക്ഷൻ ആയിട്ട് കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് പാർട്ട്. ഈ മാലയുടേതും ബാംഗിൾസിൻ്റെതും ബാംഗിൾസ് എന്നുള്ള വളരെ കുറച്ച് ബാംഗിൾസിൻ്റെ ഇതിൻ്റെ ജുംകാസും അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കാണിക്കും. ഈ ട്രഡീഷണൽ യൂസ് എടുക്കും അല്ലാത്ത ബാംഗിൾസ്
അപ്പോൾ യെസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഉള്ളൂ. അപ്പം ഈ കാണിച്ചത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണം. ഓക്കെ, അപ്പോൾ ഇനി മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങളുടെ വിലപ്പെട്ട കമൻസും സജഷൻസും എല്ലാം എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കണം ത്രൂ ഇൻസ്റ്റ ആൻഡ് യൂട്യൂബ്. അപ്പോൾ ഇനി ബാക്കി സജഷൻസ് ഒക്കെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.